നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ആവശ്യപ്പെട്ട് പ്രതിഷേധം. രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘീൻ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടേതാണ് പ്രതിഷേധം. ഊരകത്ത് കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ പുതിയ റോഡ് തുറന്ന് കേബിളിടാൻ നീക്കം. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് റോഡ് തുറക്കാനുള്ള തൊഴിലാളികളുടെ ശ്രമം പോലീസ് തടഞ്ഞു. വല്ലച്ചിറ പിടിക്കപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികൾ നടന്നു. നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായാണ് കലാപരിപാടികൾ സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ആവശ്യപ്പെട്ട് പ്രതിഷേധം. രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘീൻ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടേതാണ് പ്രതിഷേധം. കഴിഞ്ഞ 3 ദിവസമായി ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം മുടങ്ങിയ അവസ്ഥയിലായിരുന്നു. ദിനംപ്രതി നിരവധി പേരാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കാറുള്ളത്. ഇതിനിടെ ഡോക്ടർമാരുടെ സേവനം 3 ദിവസമായി ഇല്ലാത്തത് ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഏറെ ദുരിതമാണ് സൃഷ്ടിച്ചത്. ഈ സാഹചര്യത്തിലാണ് രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘൻ പ്രതിഷേധവുമായി ആശുപത്രിയിലെത്തിയത്. രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘൻ ജില്ലാ വൈസ് പ്രസിഡന്റ് CK വിനോദ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ M സുജിത് കുമാർ അധ്യക്ഷനായി. P സന്ദീപ്, PH ഉമ്മർ, AA നാസർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘൻ ഭാരവാഹികൾ ആശുപത്രി സൂപ്രണ്ടിനെ നേരിൽ കണ്ട് പരാതി ഉന്നയിച്ചു. സമരത്തിന്റെ ഭാഗമായിട്ടല്ല, ഞങ്ങൾ സാറിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ ഞങ്ങൾക്കൊരു വ്യക്തത കാണുള്ളൂ. പ്രതീക്ഷ, ഡോക്ടർ വിട്ടു, 3 പേര്. അപ്പൊ 2 പേര് രാവിലെ ടെസ്റ്റ് ഷെഡ്യൂൾ നോക്കും, ഒരാൾ ഉച്ച കഴിഞ്ഞ് 2 to 6 നോക്കും. ബ്ലോക്കിൽ നിന്നുള്ള 2 പേരാണ് നൈറ്റ് എടുക്കേണ്ടത്. ഡോക്ടർ പ്രതിജ്ഞ, ഡോക്ടർ റോസ്. പ്രതിജ്ഞയാണ് അപ്പം ബ്രദറിന്റെ കല്യാണമാണ് എന്ന് പറഞ്ഞ് 30/1/2 3 ദിവസത്തേക്ക്. അപ്പം ഈ 30-ാം തീയതി ഡോക്ടർ റോസ് ആയിരുന്നു. അപ്പം 30/1/2 3 ദിവസം അടുപ്പിച്ച് നൈറ്റ് എടുക്കാൻ പുള്ളിക്കാരിക്ക് പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്, റിസൈൻ ചെയ്യുവാണ് എന്ന് പറഞ്ഞു. വന്നില്ല. കൃതജ്ഞ മെഡ്രാസിന് പോയി, ബ്രദറുടെ കല്യാണമാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായത്. ആശുപത്രിയിലെത്തുന്ന രോഗികളെ വലയ്ക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥർ തുടരുന്നതെങ്കിൽ ശക്തമായ സമരമുണ്ടാകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. തുടർന്ന് പ്രതിഷേധം നടന്ന വെള്ളിയാഴ്ച രാത്രി മുതൽ ഡോക്ടറുടെ സേവനം ഉണ്ടാകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് നേതാക്കൾക്ക് ഉറപ്പ് നൽകുകയായിരുന്നു. സർക്കാർ ആശുപത്രിയിൽ കഴിഞ്ഞ 3 ദിവസമായി ഡോക്ടർമാർ അവധിയെടുത്ത് പോയിരിക്കുകയാണ്. പല ഡോക്ടർമാരും രാജിവെച്ചു എന്നാണ് ഇവിടുത്തെ സൂപ്രണ്ടിന്റെ വിശദീകരണം. ഇതിനെതിരെ, ഈ ഡോക്ടർമാരില്ലാത്ത ഈ അനാസ്ഥയ്ക്കെതിരെ രാജീവ് ഗാന്ധി സംഘടന നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റി ഇന്ന് സൂപ്രണ്ടുമായി ഇവിടെ സംസാരിച്ചു. ഇന്നിവിടെ ഡോക്ടർ വരാമെന്ന ഉറപ്പ് സൂപ്രണ്ട് നൽകിയതിനെ തുടർന്നാണ് ഞങ്ങളിവിടെ ഈ ചെറിയൊരു പ്രതിഷേധ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ചേർപ്പ് സാമൂഹ്യ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ രാത്രി സേവനം ഡോക്ടർമാരുടെ നിർത്തലാക്കിയ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇന്ന് പഞ്ചായത്ത് രാജ് സംഘടന നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പ്രതിഷേധ സമരം നടത്തിയത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊട്ടിഘോഷിച്ചുകൊണ്ട് ചേർപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറ്റാൻ മന്ത്രി വീണ ജോർജ് ഇവിടെ വരികയും വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തുകയും ചെയ്ത ഈ കുടുംബാരോഗ്യ കേന്ദ്രം രാത്രിയിൽ 80-ഓളം ആളുകൾ 100ഓളം ആളുകൾ വന്ന് ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന ഈ ആശുപത്രിയിൽ 2 ദിവസമായി ഗേറ്റ് അടച്ചിടുകയും ലൈറ്റ് കെടുത്തിയിടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രിയിലെ സൂപ്രണ്ടിനെ ഞങ്ങൾ വിളിക്കുകയും സൂപ്രണ്ട് പറഞ്ഞത് രാത്രികാലങ്ങളിൽ 2 ഡോക്ടർമാരാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കാനുള്ളത്. ആ 2 ഡോക്ടർമാരിൽ ഒരാൾ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ലീവ് എടുത്തു പോവുകയും മറ്റേ ഡോക്ടറോട് അടുപ്പിച്ച് 5 ദിവസം ഡ്യൂട്ടി എടുക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഡ്യൂട്ടി എടുക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ച് പോവുകയാണ് എന്നറിയാൻ എനിക്ക് കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ഇപ്പം ഞങ്ങൾ സൂപ്രണ്ട് കണ്ട് സംസാരിച്ചപ്പോൾ ആ രാജിവെച്ച ഡോക്ടർ തിരിച്ച് ഇന്ന്
ഡ്യൂട്ടിയിൽ കയറും എന്ന് ഉറപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇന്ന് രാത്രി ആ ഡോക്ടർ ഇവിടെ ഡ്യൂട്ടിക്ക് കയറിയില്ലെങ്കിൽ നാളെ അതിശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റി രംഗത്ത് വരുമെന്ന്. ഊരകത്ത് കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ പുതിയ റോഡ് തുറന്ന് കേബിളിടാൻ നീക്കം. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് റോഡ് തുറക്കാനുള്ള തൊഴിലാളികളുടെ ശ്രമം പോലീസ് തടഞ്ഞു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലാണ് ഊരകത്ത് കോൺക്രീറ്റ് ചെയ്ത പുതിയ റോഡ് തുറന്നു തുടങ്ങിയത്. റോഡ് തുറന്ന കേബിൾ വലിക്കുകയായിരുന്നു തൊഴിലാളികളുടെ ലക്ഷ്യം. ഊരകം ക്ഷേത്രം മുതൽ പെട്രോൾ പമ്പ് വരെ 3 ഇടങ്ങളിൽ ഇത്തരത്തിൽ കോൺക്രീറ്റ് റോഡ് തുറന്നിരുന്നു. കേരള സംസ്ഥാന ട്രാൻസ്പോർട്ട് ഗതാഗത പദ്ധതി എന്ന KSTPക്കാണ് കോൺക്രീറ്റ് റോഡിന്റെ നിർമ്മാണ ചുമതല. KSTPയുടെ അനുമതിയില്ലാതെയാണ് തൊഴിലാളികൾ കോൺക്രീറ്റ് റോഡ് തുറന്നത്. റോഡിനോട് ചേർന്ന കോൺക്രീറ്റിന്റെ അടിഭാഗത്താണ് വലിയ തോതിൽ തുറന്നിരിക്കുന്നത്. പുതിയ കോൺക്രീറ്റ് റോഡ് തുറക്കുന്നതിനെതിരെ നാട്ടുകാർ സംഘടിച്ചതാണ് സംഭവം പുറത്തറിയാൻ കാരണമായത്. പരാതി ശക്തമായതോടെ സംഭവത്തിൽ നിർമ്മാണ കമ്പനിയായ KSTPയുടെ പ്രൊജക്ട് മാനേജർ റജി പോൾ ഇടപെടുകയായിരുന്നു. സംഭവം ചേർപ്പ് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ചേർപ്പ് പോലീസും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷും ചേർന്ന റോഡ് തുറക്കൽ തടഞ്ഞു. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കോൺക്രീറ്റ് റോഡിന് തകരാർ സംഭവിക്കാൻ സാധ്യതയുള്ളതായി പ്രൊജക്ട് മാനേജർ വ്യക്തമാക്കി. പുതിയ കോൺക്രീറ്റ് റോഡിന് ഭീഷണിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷും അറിയിച്ചതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. വല്ലച്ചിറ പിടിക്കപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായാണ് കലാപരിപാടികൾ സംഘടിപ്പിച്ചത്. ദുർഗാഷ്ടമി ദിനമായ ചൊവ്വാഴ്ച നടന്ന ചടങ്ങിൽ പ്രണീത് കൃഷ്ണ പ്രാർത്ഥനാഗീതം ആലപിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പാർവതി നാരായണൻ അവതരിപ്പിച്ച ഭരതനാട്യം അരങ്ങേറി. വിവിധ ടീമുകൾ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി. ശിവദം പിടിക്കപ്പറമ്പ്, നിശാഗന്ധി തിരുവുള്ളക്കാവ്, പിടിക്കപ്പറമ്പ് മഹാരസികൻ ക്ലബ്ബ്, ചാത്തക്കുടം NSS തിരുവാതിരക്കളി സംഘം എന്നിവയാണ് തിരുവാതിരക്കളി അവതരിപ്പിച്ചത്. മഹാനവമി ദിവസം വൈകിട്ട് ആര്യ C വിനോദിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം സൗരഭ ബിജു അവതരിപ്പിച്ച ഭരതനാട്യം അരങ്ങേറി. തുടർന്ന് അഞ്ചൽ കൃഷ്ണയുടെ ഭക്തിഗാനാലാപനം നടന്നു. ആര്യ C വിനോദ്, ഇന്ദ്രജിത്ത് C വിനോദ് എന്നിവർ കൃഷ്ണസ്തുതി അവതരിപ്പിച്ചു. തുടർന്ന് സൗരഭ ബിജു അവതരിപ്പിച്ച ശിവപഞ്ചകം, ചാത്തക്കുടം രുദ്രപ്രസാദത്തിന്റെ തിരുവാതിര, AV ദേവജ്ഞയുടെ ശാസ്ത്രീയ സംഗീതം, മീനാക്ഷി അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ എന്നിവയും അരങ്ങേറി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ അമ്പിളി അജിത്തിന്റെ നേതൃത്വത്തിൽ ആദരം സംഘടിപ്പിച്ചു. പഞ്ചായത്തിൽ വിവിധ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായിരുന്നു ആദരം. ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട കാലാവധി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് 12ാം വാർഡ് മെമ്പർ ആദരമൊരുക്കിയത്. തൊഴിലുറപ്പ് അംഗങ്ങൾ, അംഗൻവാടി അധ്യാപകർ, ഹെൽപ്പർമാർ, ആശാവർക്കർ എന്നിവരെയാണ് ആദരിച്ചത്. വാർഡ് മെമ്പർ അമ്പിളി അജിത്ത് ചടങ്ങിൽ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിശ്വൻ ചക്കോത്ത് മുഖ്യാതിഥിയായി. തൊഴിലുറപ്പ് മേറ്റ് ഷമീറ ഷാജു, വാർഡിലെ പൊതുപ്രവർത്തകരായ മണക്കുന്നത്ത് ഗിരീഷ്, പുഴയക്കടവിൽ ശ്രീജിത്ത്, പൊന്തേങ്കണ്ടത്ത് മണികണ്ഠൻ, മേനിലകത്ത് സുധീർ, തൊഴിലുറപ്പ് മേറ്റ് നിമ്മി ബിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മുള്ളിയെടുത്ത് കണ്ണൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നും ചാത്താഞ്ഞ വിജയദശമി ദിനത്തിൽ തിരുവുള്ളക്കാവിൽ സൗജന്യ സംഭാര വിതരണവുമായി ചേർപ്പിലെ വ്യാപാരികൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെയും വനിതാ വിങ്ങിന്റെയും നേതൃത്വത്തിലായിരുന്നു സൗജന്യ സംഭാര വിതരണം. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായ KK ഭാഗ്യനാഥൻ സംഭാര വിതരണം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി അരുൺ, യൂത്ത് വിംഗ് പ്രസിഡന്റ് രതീഷ്, വനിതാ വിംഗ് പ്രസിഡന്റ് ഷീല പ്രേംരാജ്, ട്രഷറർ മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. തുടർച്ചയായ 4ാം വർഷമാണ് സംഘടന തിരുവുള്ളക്കാവിൽ സൗജന്യ സംഭാര വിതരണം നടത്തുന്നത്. കോൺഗ്രസ് പാർലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമ്മാടത്തും കോടന്നൂരിലും ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ ചടങ്ങും നടത്തിയായിരുന്നു ഗാന്ധി ജയന്തി ദിനാചരണം.
മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് TM മോഹനൻ അമ്മാടത്തും കോടന്നൂരിൽ കോൺഗ്രസ് നേതാവ് CN ദേവസിക്കുട്ടിയും അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ, ബ്ലോക്ക് നേതാക്കളായ ടോമി പെല്ലിശ്ശേരി, AD ജോണി, INTUC മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ്, ഡേവിസ് കണ്ണനായ്ക്കൽ, AA റപ്പായി, ജ്യോതി ബസു, ഇട്ടിയേശൻ, മാലതി പരമേശ്വരൻ, ജോസ് ചാഴൂർ, ജേക്കബ് പെല്ലിശ്ശേരി, പോൾ കുന്നൻ, ഡെന്നസ് പല്ലിശ്ശേരി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശോഭന ശ്രീനിവാസൻ വെങ്ങാലി എന്നിവർ സംസാരിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. വാർഡിലെ ഐശ്വര്യനഗർ റോഡിന്റെ ശുചീകരണ പ്രവർത്തനമാണ് നടന്നത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം KA പ്രദീപ് ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് മേറ്റുമാരായ സരള വേണു, രജനി മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മുടെ രാജ്യത്ത് വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. ശുചീകരണ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്, അനുസ്മരണ പരിപാടികൾ നടക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. അതിന് ഭാഗമായി എല്ലാ വർഷവും MGNRGS തൊഴിലാളികൾ ഇത്തരത്തിലുള്ള അവരുടെ താല്പര്യപൂർവ്വം അവരുടെ ഈ ദിനത്തിൽ അവരും ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാണ്. നമ്മുടെ വാർഡിലെ ഈ ശുചീകരണ പ്രവർത്തനം ഇവരുടെ നേതൃത്വത്തിൽ ഈ റോഡ് ശുചീകരണത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടി. പുനർനിർമ്മിച്ച കയ്പമംഗലം കൂരിക്കുഴി ജനകീയ ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 42 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചിലവഴിച്ചത്. ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വൈദ്യുത വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. ET ടൈസൺ MLA അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം KS ജയ, കയ്പമംഗലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PA ഷാജഹാൻ, ദേവികാദാസൻ, PA ഇസഹാക്ക്, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, മെഡിക്കൽ ഓഫീസർ CRCG എന്നിവർ സംസാരിച്ചു. ET ടൈസൺ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 42 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. 1600 ചതുരശ്രയടി വിസ്തൃതിയിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ ഡോക്ടേഴ്സ് റൂം, നഴ്സിംഗ് റൂം, പ്രതിരോധ വാക്സിനുകൾ നൽകുന്നതിനുള്ള സൗകര്യം, പ്രാഥമിക ചികിത്സാ സൗകര്യം ഉൾപ്പെടെ അവശ്യ സേവനങ്ങൾ നൽകാൻ കഴിയും വിധത്തിലാണ് ജനകീയാരോഗ്യ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനവും കേരളമാണ്. ഏറ്റവും അധികം ചികിത്സാ സഹായം നൽകുന്ന സംസ്ഥാനത്തിന് നൽകപ്പെടുന്ന ആരോഗ്യമന്ത്രൻ പുരസ്കാരം നാം തുടർച്ചയായി നേടുന്നു. എന്തുമാത്രമല്ല, ചികിത്സാ സഹായത്തിനായി സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്ന തുക അതിനായി കേന്ദ്രം നീക്കിവച്ചിരിക്കുന്ന പണത്തിന്റെ 10 മടങ്ങാണ്. കയ്പമംഗലം MLA ടൈസൺ മാസ്റ്ററുടെ ആസ്തി വികസനം കൊണ്ട് 42 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പ്രവർത്തനം ആരംഭിക്കുന്ന കുരിക്കുഴി ജനകീയാരോഗ്യ കേന്ദ്രം ആരോഗ്യരംഗത്തെ ഈ പ്രദേശത്തിന് ഏറെ ആശ്വാസകരമായി മാറുന്നതാണ്. എന്നും കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഒട്ടേറെ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരുടെ വികസനത്തിന്റെ ഒരു ചുവട് കൂടിയാണ് ഈ ജനകീയാരോഗ്യ കേന്ദ്രം. വേണ്ടി നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റും അതുപോലെ ഇവിടുത്തെ മെമ്പറും പറഞ്ഞപ്പോൾ ഞാനത് കെട്ടിടം കാണാൻ വന്ന സമയത്ത് ഞാൻ ആലോചിച്ചതൊന്ന് റിപ്പയർ ചെയ്തൊന്ന് റെഡിയാക്കി കൊടുക്കണമെന്ന് മാത്രമാണ് ആദ്യം. പക്ഷെ അതിനുശേഷം ഇതിന്റെ മുകളിൽ ഒരു ആല് വളർന്നു വന്നു നിന്നിട്ട് അതിന്റെ മുഴുവൻ സ്ഥലങ്ങളിലേക്കുള്ള വേര് പോകുന്നതൊക്കെ നമ്മുടെ മെമ്പർ കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി രക്ഷയില്ല. നല്ല അവിടുന്ന് ആല് വളർന്ന അടിയിലൊക്കെ ഇങ്ങനെ പൊട്ടി നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ അങ്ങനെ ഒരു കേന്ദ്ര പുതിയത് ഉണ്ടാക്കുക എന്നുള്ളത് ആവശ്യം ആണ് കൂടെ സാധ്യമാകുന്നത്. അതിന് നമ്മുടെ ബന്ധപ്പെട്ട AXയും ഇതിന്റെ കോൺട്രാക്ടേഴ്സ് സത്യമെല്ലാം നല്ല ഭംഗിയായി നമ്മളൊരു കേന്ദ്രം ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നീട് കാണുമ്പോൾ തന്നെ അതിന്റെ ടൈലും അതിന് ബന്ധപ്പെട്ടൊക്കെ വളരെ സന്തോഷമായി ഗംഭീരമായി കാര്യം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ മുഴുവൻ പേരോടുമുള്ള സ്നേഹം ആദ്യമായി പ്രകടിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ ഇങ്ങനൊരു കേന്ദ്രം ഉണ്ടാക്കുന്നതിന് സഹായിച്ചാണ് ഇതിന്റെ സ്ഥലം തന്നാണ് ഏറ്റവും പ്രധാനമാണ് അല്ലേ. നമ്മുടെ ഇതിന്റെ ഇപ്പോ അദ്ദേഹത്തിന്റെ മകനാണ്, അബ്ദുള്ള സാഹിബിന്റെ മകനാണ് ഇപ്പോൾ വേണ്ടി സന്നിഹിതനായിട്ടുള്ളത്. കരിയും പുതിയ വീട്ടിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്ഥലമൊക്കെ നേരത്തെ പണിതു, വീണ്ടും നല്ല ഇപ്പോഴേക്കും നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഇല്ല. പണ്ട് ഈ റോഡിന്റെ തൊട്ടുമുട്ടിയിലൊക്കെ പോലെ അല്ല ഇപ്പോൾ.
ഇത്രയും സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇത്രയും സ്ഥലം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. ഇപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്താൻ കഴിയുന്ന രീതിയിലുള്ള സ്ഥലം അനുവദിച്ചതെന്ന് ഇപ്പോൾ അതിന് പിൻഗാമിയായി നമ്മുടെ വേദിയിരിക്കുന്ന കരീം പുതിയ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. പെരിഞ്ഞനം RMVHS സ്കൂളിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ സമർപ്പണം നടന്നു. സ്കൂളിലെ പുതിയ ഓഡിറ്റോറിയത്തിന്റെ സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി വീടിന്റെ താക്കോൽദാനവും ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ET ടൈസൺ MLA അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ R അനിൽകുമാർ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ, സായിദ മുത്തുക്കോയ തങ്ങൾ, RMVHS സ്കൂൾ കറസ്പോണ്ടന്റ് ഫാത്തിമ മോഹൻ, NSSVHS സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ P രഞ്ജിത്ത, PTA പ്രസിഡന്റ് ജയശ്രീ, വൈസ് പ്രസിഡന്റ് KK നാസർ, MPTA പ്രസിഡന്റ് അഷിത, NSS റീജിയണൽ കോർഡിനേറ്റർ M പ്രീത, ജില്ലാ കോർഡിനേറ്റർ TV സതീഷ്, ക്ലസ്റ്റർ കോർഡിനേറ്റർ M സ്മിത, മാനേജ്മെന്റ് പ്രതിനിധി സുബ്രഹ്മണ്യൻ, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ AD ദിദി, പ്രധാനാധ്യാപിക B ബീബ, LP വിഭാഗം പ്രധാനാധ്യാപിക ഇന്ദുകല, VHSC വിഭാഗം OSA പ്രസിഡന്റ് UB ബിനീഷ്, NSS പ്രോഗ്രാം ഓഫീസർ CG ഐശ്വര്യ എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ പൂർവ്വ വിദ്യാർത്ഥി കാട്ടൂർ SHO ER ബൈജു, സംസ്ഥാന സ്കൂൾ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ സഫ്വാൻ ബിൻ സലീം, ജില്ലാതല സ്വാതന്ത്ര്യദിന ബാൻഡ് മേള മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ സ്കൂൾ NSS ബാൻഡ് സംഘം, NSS മുൻ പ്രോഗ്രാം ഓഫീസർ GS അഭിലാഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. RM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പെരിഞ്ഞനം നാഷണൽ സ്കീം യൂണിറ്റിൻ്റെ ചടങ്ങാണ് നടക്കുന്നത്. വിദ്യാർത്ഥികളെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കണമെന്ന ആശയത്തിന് തുടക്കം കുറിച്ചത് ഗാന്ധിജിയാണ്. വിദ്യാർത്ഥികൾ പഠിക്കുന്നതോടൊപ്പം അവരുടെ സാമൂഹ്യമായ ഉത്തരവാദിത്തങ്ങൾ വിസ്മരിക്കാൻ പാടില്ലെന്ന് അദ്ദേഹം ഓർമ്മിച്ചിരുന്നു. മറിച്ച് സാധാരണ ജനങ്ങൾക്ക് ശക്തി പകരാനുള്ള തയ്യാറെടുപ്പുമായി വേണം വിദ്യാഭ്യാസത്തെ കാണേണ്ടത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അത് ചെയ്യുന്ന പ്രദേശവുമായി സജീവവും ക്രിയാത്മകമായ ബന്ധം ഉണ്ടാവണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു. സെപ്റ്റംബർ 24 നാഷണൽ സർവീസ് സ്കീം ദിനമാണ്. വളർന്നു വരുന്ന ഓരോ തലമുറയെയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കുന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് നാഷണൽ സർവീസ് സ്കീം. ഞാൻ എന്ന ചിന്തയിൽ നിന്ന് നിസ്വാർത്ഥമായ നമ്മൾ എന്ന ചിന്തയിലേക്കും ഐക്യത്തിലേക്കും വെളിച്ചം വീശുക എന്നതാണ് ഓരോ NSS വളണ്ടിയർമാരുടെയും ലക്ഷ്യം. NSS വിദ്യാർത്ഥികൾക്ക് പഠിക്കലിനപ്പുറത്തേക്ക് മാനുഷികമായിട്ടുള്ള തലം നിന്ന് നന്നായി ഓർമ്മിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള വീട് നിർമ്മാണ പ്രക്രിയയെ സംബന്ധിച്ചുള്ള വളരെ വിശദമായി സംസാരിച്ചു. ഷാൻവാസൂരിക്ക് കൂടി എല്ലാവർക്കും എഴുതിയാൽ ഓർമ്മിക്കാൻ ആദരാഞ്ജലി അർപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക. ഒരു ജന്മം പലപ്പോഴും അങ്ങനെയാണ് അല്ലെ, മരണം എന്ന് പറയുന്ന എല്ലാവർക്കും ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. എത്രത്തോളം ജീവിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ടതല്ല, ഉള്ള സമയത്ത് എന്ത് ചെയ്തു എന്നാണ്. തീർച്ചയായും നല്ല പോലെ നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കുട്ടികൾക്ക് കരുത്ത് നൽകുന്ന ഒരു അധ്യാപകനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ അധ്യാപകൻ ആഗ്രഹിച്ചൊരു പരിപാടിയാണ് ഇവിടെ നമ്മൾ താക്കോൽദാനത്തിലൂടെ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. ഒരു വീടുണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ വലിയ സ്വപ്നമാണ്. വീട്ടില്ലാത്തവർക്കുള്ള അതിന്റെ പ്രശ്നമാണ്. നമ്മളെ പോലെ ചിലപ്പോൾ അത്യാവശ്യത്തിന് വീടുകളോട് ഇതിന്റെ പ്രാധാന്യമൊന്നും വലിയ ഗൗരവപ്പെടാത്തതിലുണ്ടാവില്ല. ഷടച്ചുറപ്പുള്ള ഒരു കൊച്ചു വീട്, ഒരു ഭവനം ഉണ്ടാവണം. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നയിക്കുന്ന പദ്ധതിയും മറ്റു പല പദ്ധതികളും ഇപ്പോഴാണെങ്കിലും നാട്ടുകാരാണെങ്കിൽ നന്നായി ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. പാർലം ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഹൃദയാഘാത പ്രാഥമിക സംരക്ഷണ രീതിയായ CPR പരിശീലനം ഒരുക്കുന്നു. പാർലം ഗ്രാമപഞ്ചായത്ത്, അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിശീലന പരിപാടി ഒരുക്കുന്നത്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കോടന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിശീലന പരിപാടി നടക്കുക. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്
PR വർഗീസ് മുഖ്യ അതിഥിയാകും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 10,865 രൂപ, പവന് 86,920 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ആവശ്യപ്പെട്ട് പ്രതിഷേധം. രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘീൻ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടേതാണ് പ്രതിഷേധം. ഊരകത്ത് കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ പുതിയ റോഡ് തുറന്ന് കേബിളിടാൻ നീക്കം. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് റോഡ് തുറക്കാനുള്ള തൊഴിലാളികളുടെ ശ്രമം പോലീസ് തടഞ്ഞു. വല്ലച്ചിറ പിടിക്കപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികൾ നടന്നു. നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായാണ് കലാപരിപാടികൾ സംഘടിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.